നമ്മുടെ ശ്രീനിവാസൻ, ആക്ടർ ശ്രീനിവാസൻ മൂപ്പരുടെ ഒരു റീസെന്റ് ഇന്റർവ്യൂ മറുനാടനിലെ നമ്മുടെ സാജൻസ്കറിയ അങ്ങേര് പോയെടുത്ത ഇന്റർവ്യൂ ആണ്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ ഒക്കെ അറിയാലോ, വൈറൽ സൂപ്പർ സ്റ്റാർ ആണ്. ഇന്റർവ്യൂയുടെ കേസിൽ ധ്യാൻ അച്ഛനും ഒട്ടും കുറവൊന്നുമല്ല. മൂപ്പര് ഈ അടുത്ത കാലത്തൊക്കെ വയ്യാതിരുന്ന സമയത്താണെങ്കിൽ പോലും കൊടുത്ത ഇന്റർവ്യൂസൊക്കെ അത്യാവശ്യം വൈറലായിരുന്നു. മോഹൻലാൽ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമൊക്കെ ഞാൻ തന്നെ വീഡിയോ ഇട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേം നസീർ സാറിന്റെ സിനിമയിൽ മോഹൻലാലിന് അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു. ഇയാൾക്ക് വയസ്സാം കാലത്ത് വേറെ പണി നോക്കിക്കൂടെ എന്ന് മോഹൻലാൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി വെച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ക്യാമറമാൻ ഡയറക്ടർ വേണു എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം വന്നിട്ട് പറഞ്ഞിട്ടു മോഹൻലാൽ അല്ല വേറൊരു മെഗാ സ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞത് തിരുത്തി പറയുന്നതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും ശ്രീനിവാസൻ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് പാർട്ട് 3 ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിന്റെ പാർട്ട് 3 വന്ന ടൈമിൽ അതിന് മൂപ്പര് പറയുന്നുണ്ട്, സരോജ് കുമാർ മോഹൻലാലിനെ മാത്രം കളിയാക്കാൻ എടുത്തതല്ല, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് ഞാൻ എഴുതിയത് മമ്മൂട്ടിയെ ഉദ്ദേശിച്ചിട്ടാണെന്ന് ശ്രീനിവാസൻ. കഴിഞ്ഞു മക്കളെ അവിടെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം മോഹൻലാലിനെ ശ്രീനിവാസൻ പറഞ്ഞതിന് മമ്മൂട്ടി ഫാൻസ് ആദിഭീകരമായിട്ട് മോഹൻലാൽ ഫാൻസിനെ കളിയാക്കാനും മോഹൻലാലിനെ ട്രോളാനും പോസ്റ്റ് ഇറക്കാനും നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ശ്രീനിവാസൻ ഇന്റർവ്യൂവിൽ മമ്മൂട്ടീനെ പറഞ്ഞ ടൈമിൽ എന്തായി, മോഹൻലാൽ ഫാൻസ് ഏറ്റുപിടിച്ച് മമ്മൂട്ടിക്ക് ഇട്ട് കൊട്ടാനും മമ്മൂട്ടി ഫാൻസിന് ഇട്ട് കൊട്ടാനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പം എന്താണെങ്കിലും ആ സീൻ ഒന്ന് റീകളക്ട് ചെയ്യാം. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലെക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ, അപ്പൊ ഈ ഒരു സീൻ മലയാളികൾ എല്ലാവരും മറക്കാത്തൊരു സീനായിരിക്കും. ഇപ്പോഴും പലരും നമ്മളൊക്കെ ഫോട്ടോയിലൊക്കെ നിൽക്കുമ്പോൾ എന്താ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ മാത്രമേ ഉള്ളൂ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്. അതായത് മമ്മൂട്ടിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സാധനം എഴുതിയെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. എന്താണ് ആ ഇൻസ്പിറേഷനുള്ള വഴി ഒരുക്കി വെച്ചത്, എന്താണ് ആ കഥ എന്നുള്ളത് കേൾക്കാം. മഴയത്ത് മുംബൈ എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയം അതേ ദിവസം തന്നെയാണ് സ്ഫടികം എന്ന് പറയുന്ന പടം ഇറങ്ങിയത് മോഹൻലാലിന്. അപ്പോൾ അത് 2 പടവും തിരക്കുള്ള ഓടിയ പടങ്ങളാണല്ലോ. അതെ. അപ്പോൾ ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൊച്ചിൻ അനീഫയും കൂടി ഒരു മീറ്റിങ്ങിന് പോവുക MG റോഡിൽ കൂടെ. മമ്മൂട്ടി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ റോഡ് സൈഡിലുള്ള പോസ്റ്റേഴ്സ് വെക്കുകയാണ്. സ്ഫടികത്തിൻ്റെ മഴയത്ത് മുമ്പ് 25 ദിവസം. അപ്പം മമ്മൂട്ടി എന്നോട് പറഞ്ഞ്, കണ്ട സ്ഫടികത്തിൽ അവൻ്റെ പടം അവൻ്റെ മുഖം മാത്രം, നമ്മളെ മഴയത്ത് മുമ്പേ ഉണ്ട് ശോഭന മറി അരയ്ക്കോ, നീ ആ മാധവൻ നേരെ വിളിച്ചൊന്ന് പറ എൻ്റെ പടം മാത്രമായിട്ട് അരക്കാം. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ വിളിച്ച ഒരു കുഴപ്പമുണ്ട്, എൻ്റെ പടം വെച്ചിട്ട് ഫ്ലക്സ് ഇറക്കാൻ ഞാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളി പിന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞിടയിൽ പുള്ളിക്ക് പേടി തോന്നി. അപ്പൊ പിന്നെ സഹിക്കാൻ പറ്റില്ല. പുള്ളിയുടെ നായകനായിട്ടുള്ള പടത്തിൽ എൻ്റെ ഫ്ലക്സ്. അപ്പൊ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ഈ പ്രൊഡ്യൂസേഴ്സും അമ്മയുടെ ആൾക്കാരും തമ്മിലുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പം മാധവൻ പ്രൊഡ്യൂസർ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മമ്മൂട്ടി കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഓടി മാധവൻ അടുത്ത് പോയി. എൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഒരു കൊടാലി, അതുകൊണ്ട് എന്തെങ്കിലും ആൻസർ കണ്ട് വെച്ചോ എന്ന് പറഞ്ഞു. തനിച്ച് പുള്ളിയുടെ ഫേസ് മാത്രമായിട്ടുള്ള ഫ്ലക്സ് എടുത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. മീറ്റിംഗ് കഴിച്ചിട്ട് പോകുന്ന നേരത്ത് ഇയാളെ കണ്ട് ഞാൻ വെച്ച് വന്നത് പറഞ്ഞ് വന്നു. പക്ഷെ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ എങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞ് അത് നമുക്ക് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ കഴിഞ്ഞ 2-3 പടങ്ങൾ വളരെ വീക്കായിരുന്നു. അപ്പം പുള്ളിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർന്നു. ഓക്കെ, അപ്പം ഇതാണ് ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ഫ്ലെക്സ് ഇതൊക്കെ ഇവർ തമ്മിലുള്ള കാഷ്വൽ ടോക്കായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുള്ളൂ. പിന്നെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ അങ്ങേരെന്തൊക്കെയോ പറയൂടെ. അത് ഒരു പക്ഷേ ഈ പറഞ്ഞ മഹാനടന്മാരുടെ ഒപ്പം
ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യുന്ന ടൈമിൽ അവരുടെ ഇടയിൽ ഉണ്ടായ ഇൻസിഡൻസ് ആയിരിക്കാം. പക്ഷെ ഇത് പുറത്ത് ഫാൻസിൻ്റെ ഇടയ്ക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അന്ന് ലാലേട്ടനെ പറഞ്ഞ ശ്രീനിവാസൻ ഇന്ന് മമ്മൂക്കാനെ പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് മറ്റേ ശ്രീനിവാസൻ ഭയങ്കര വിശ്വസ്തൻ അല്ലെങ്കിൽ സത്യം പറയുന്നവനില്ലേ, മമ്മൂക്കാനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് സഹിച്ചില്ല. അങ്ങനത്തെയൊക്കെ പല ചോദ്യങ്ങളും ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സാധനം വെച്ചിട്ട് കുറേ മോഹൻലാൽ ഫാൻ പേജുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ വാട്സാപ്പ് ഫോർവേഡും കണ്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി 2 സിനിമകൾ, ഉദയനാട് താരും ഡോക്ടർ സരോജ് കുമാറും, ഈ 2 പടത്തിലും അത്യാവശ്യം മലയാളത്തിലെ മോഹൻലാലിനെയും മമ്മൂട്ടീനെയും സുരേഷ് ഗോപിനെയും ദിലീപിനെയൊക്കെ ആയിട്ട് മൂപ്പർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിൽ ഇരിക്കുന്ന എല്ലാവരും മൂപ്പര് പിടിച്ച് ട്രോൾ ചെയ്തിട്ടുണ്ട് ശ്രീനിവാസൻ ആ പടത്തിനകത്ത്. കുറച്ചധികം നമുക്ക് വിസിബിളി തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ മോഹൻലാലിനെ കുറച്ചധികം ട്രോൾ ചെയ്ത പോലെ നമുക്ക് ഫീൽ ആവും. കാരണം പല സീനുകളും, ഇപ്പോൾ ആ ഒരു പട്ടാളത്തിൽ ചേരാൻ പോണ സീനാണെങ്കിലും പിന്നെ കാളക്കൊമ്പ് ആനക്കൊമ്പാണെന്ന് പറയണമെന്നുള്ള സീൻ, അങ്ങനെ കുറേ സീനുകളിൽ മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യാം. പക്ഷെ ആരും ഈ മമ്മൂട്ടിയുടെ ഈ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ മമ്മൂട്ടിയാന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ ശ്രീനിവാസൻ പറയുമ്പോൾ തന്നെയാണ് നമുക്കിത് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ വന്നിട്ടുള്ളത് മമ്മൂട്ടിയുടെ ആ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് ഇപ്പോഴാവും മനസ്സിലായിട്ടുണ്ടാവും. അതോ അതിൻ്റേതായിട്ടുള്ള ഫാൻ ഫൈറ്റും കാര്യങ്ങളും തന്നെ ഇടയിൽ നടക്കുന്നത്. പിന്നെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇൻ്റർവ്യൂസ് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് മുതലേ പഴയ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് മോഹൻലാലിനെ ആണെങ്കിലും മമ്മൂട്ടിനെ ആണെങ്കിലും അങ്ങേർക്ക് അങ്ങനെ മോഹൻലാൽ മമ്മൂട്ടി എന്നൊന്നുമില്ല. അങ്ങേർക്ക് ട്രോളാനുള്ള ഒരു സർക്കാസ്റ്റിക്കായിട്ട് പറയാനുള്ള സമയത്ത് സർക്കാസ്റ്റിക്കായിട്ടൊക്കെ അങ്ങേര് പറഞ്ഞിട്ട് പോകും. ഓക്കെ, എന്നിട്ട് ആ ചിരിയും ചിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. പിന്നെ ഈ 2 സിനിമകൾ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി ഇവരുടെ റിലേഷൻസ് ഒക്കെ തമ്മിൽ അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഡോക്ടർ സരോജ് കുമാറും ഉദയനാട് താരും അതൊക്കെ അത്യാവശ്യം അവരുടെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ രീതിയിലാണല്ലോ ഇപ്പോൾ പട്ടാളത്തിൻ്റെ കേസൊക്കെ എസ്പെഷ്യലി ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിലാണെങ്കിൽ പോലും മോഹൻലാലും മമ്മൂട്ടി എങ്ങനെയാണ് അവരെ ട്രോളുന്നതും വിമർശിക്കുന്നതും ഒക്കെ ഏത് സെൻസിലെടുക്കുന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയും പറയുന്നുണ്ട്. പക്ഷെ അധികം ആരും ഡിസ്കസ് ചെയ്ത് കാണുന്നില്ല. ആദ്യം മോഹൻലാൽ ഇത് ഏത് സെൻസിലെടുക്കുന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. തോന്നല്ലേ മറ്റേ ഈ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഈ തുറന്നു പറയുന്ന ആളാന്നറിയാവുന്ന ആർക്കും പണക്കമില്ലെന്ന് തോന്നുന്നു. മോഹൻലാലിന് അശേഷമില്ല, ഇല്ല. മമ്മൂട്ടിയായിട്ട് പലപ്പോഴും ഏറ്റുമുട്ടും. അല്ല, മോഹൻലാലിന് വിഷയമല്ല ഇങ്ങനത്തെ ഈ തുറന്നു പറച്ചിലോ അല്ലെങ്കിൽ കാരണങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ ട്രോളുന്നതോ മോഹൻലാലിന് പ്രശ്നമില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. പക്ഷേ പണ്ട് ഒരു ന്യൂസ് ചാനൽ ഡിബേറ്റിൽ ഡോക്ടർ സരോജ് കുമാർ ഇറങ്ങിയ ടൈമിലാണ് തോന്നുന്നു ശ്രീനിവാസനെയോ അല്ല അതിൻ്റെ ക്യാമറാമാനെയോ ആ സിനിമയുടെ ക്യാമറാമാനായിട്ട് വിളിച്ചിട്ട് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ വളരെ മോശമായിട്ട് എന്തോ സംസാരിച്ചു. മോഹൻലാലല്ലേ, ആൻ്റണി പെരുമ്പാവൂർ വിളിച്ചു എന്നാണ് അന്ന് ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കുറേ വാട്സാപ്പ് ഫോർവേഡും അങ്ങനെ കുറേ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. മോഹൻലാലിന് പ്രശ്നമില്ലായിട്ടാണോ ആൻ്റണി പെരുമ്പാവൂർ വിളിച്ചത്? ആൻ്റണി പെരുമ്പാവൂർ നമുക്ക് പണ്ട് മുതലേ അറിയാം മോഹൻലാലിൻ്റെ ഫാനാണ്, മോഹൻലാലിൻ്റെ ആളാണ് ആൻ്റണി പെരുമ്പാവൂർ. മോഹൻലാലിനെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ആൻ്റണി പെരുമ്പാവൂർ. ചിലപ്പോൾ ഒരു ഫാൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അയാൾക്കത് കണ്ട സമയത്ത് ദേഷ്യം വന്ന് കാണും, അതുകൊണ്ട് അയാൾ വിളിച്ച് കാണും, എന്തെങ്കിലും പറഞ്ഞും കാണും. അതവർ ഓപ്പണായിട്ട് ആ ഡിബേറ്റിനകത്ത് പറയുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാനതിവിടെ വയ്ക്കാം. ഈ രാജാക്കന്മാരോ അവരുടെ കൂട്ടാളികളോ ഭീഷണി സ്വരത്തിൽ സംസാരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എസ് കുമാറിനെ ഒരാൾ വിളിച്ചു എന്ന് എസ് കുമാർ എന്നോട് പറഞ്ഞു. പിന്നെ അതെന്ന് പറയുന്നത് ആ രീതിയിൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം അങ്ങനെ ഒരു ഇപ്പം ഒരുപാട് ആളുകൾ കാണുന്ന സിനിമ എന്ന മീഡിയത്തിൽ കൂടി വിമർശിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും ഞാൻ വളർന്നിരിക്കുന്നു എന്ന് ഒരാൾക്ക് തോന്നുമ്പോൾ അയാള് ഒരാളെ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. തിരികെ എത്താം. ഇപ്പോൾ എസ് കുമാർ ഛായാഗ്രാഹകൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ എസ് കുമാർ, ആരെങ്കിലും ഒരാളാണോ താങ്കളെ വിളിച്ച് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചത്? എന്നോട് ശരിക്കും വിളിച്ചത് ആന്റണി പെരുമ്പാവൂരായിരുന്നു. ഞാനത് ഷീനിയെടുത്ത് അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരനൊരു വിഷമം പിന്നെ വന്നാലോ, പിന്നെ എന്നെ രാവിലെ വിളിച്ചിട്ട് ആന്റണി പെരുമ്പാവൂർ വിളിച്ചു പറഞ്ഞു. എന്നാൽ എന്നെ ഇത്രയും കാലമായിട്ട് പുള്ളിക്കാരൻ മോഹൻലാലിന്റെ ഡ്രൈവറായിരുന്ന സമയത്ത് പോലും എനിക്ക് ഈ എന്നെ ഫോണിൽ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ കോൾ വരുന്നത്. രാവിലെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മോഹൻലാൽ സാറിന്റെ ഫ്രണ്ടല്ലേ, അപ്പൊ സാറൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പം ഇതൊക്കെ ആലോചിക്കാൻ പാടില്ലേ അങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറയും, ആന്റണിക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ആന്റണി പിന്നെ ശ്രീനിവാസനെ വിളിച്ച് പറയൂ, അതല്ലേ ശരി. ഞാൻ അതിന്റെ ഒരു സിനിമാറ്റോഗ്രാഫർ മാത്രമായിരുന്നു. പിന്നെ അതിന്റെ കഥ ഉണ്ടാക്കുന്ന സമയത്തും സ്ക്രിപ്റ്റിംഗ് സമയത്തും ഒക്കെ എന്റെ പ്രൊഡ്യൂസറും എന്റെ ഡയറക്ടറും ഒക്കെ ആയിരിക്കും കൂടെ ഉണ്ടായിരുന്നത്.
ആന്റണിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആന്റണി അവിടെ ചോദിക്കൂ എന്ന് പറയുമ്പോൾ ആന്റണി വളരെ മോശമായിട്ട് പ്രതികരിക്കുകയും ചെയ്തത്. അയാളിപ്പോ അവിടെ ഉണ്ട്, അയാളെന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. സാറിന് സീനിയർ സാറിനൊക്കെ വിളിക്കുന്ന എനിക്ക് അറിയാവുന്നുള്ളത്. അയാളിപ്പോ എവിടെയുള്ള? അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിക്കാരിപ്പം നാറുവല്ലുണ്ട്, ഷൂട്ടിങ്ങിലാണ്. ഞാൻ അങ്ങോട്ട് നേരിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഈ എന്തോ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, സന്തോഷ് പണ്ഡിറ്റിനെ ഉപയോഗിച്ചിട്ട് ഞാൻ കാശ് ചെലവാക്കിയിട്ട് പുള്ളിയെ കൊണ്ട് പുള്ളിയെയും പുള്ളിയുടെ മകനെയും ഞാൻ ആക്ഷേപിച്ച് നിൽക്കുന്ന സിനിമകൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആന്റണി അതൊക്കെ വിട്ടോളൂ, ഇതൊക്കെ ലാലിനെ ഉദ്ദേശിക്കുന്ന പ്രശ്നം. ലാലും ഷീനിയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അത് അവരുടെ തങ്ങളിൽ എന്തെങ്കിലും സംസാരിച്ച് തീർന്നോളും. ഷീനിനകത്ത് പിന്നെ ആന്റണിനകത്ത് ഇടയ്ക്ക് എന്നിട്ടൊന്നും പറയണ്ട. ആന്റണി വെറുതെ അവസാനം ഒറ്റപ്പെടും. ഞാൻ ഒറ്റപ്പെട്ടാലും പ്രശ്നമില്ല, ഞാൻ ഇതിനകത്ത് പ്രതികരിക്കുക ചെയ്യും. ലാസാറിന് വേണ്ടി ഞാൻ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്ത് എന്നിട്ട് കുറച്ച് മോശമായിട്ട് ഷീനിയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ആന്റണിയോട് ചോദിച്ചു, ഞാനത് ഷീനിയെ വിളിച്ച് പറയട്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞോളൂ എന്ന് പറയൂ. തിരികെ എത്താം. ശ്രീനിവാസൻ, താങ്കളുടെ ഈ സിമ്പിൾ ഹ്യൂമർ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കുറഞ്ഞപക്ഷം ഛായാഗ്രഹൻ എസ് കുമാറിനെങ്കിലും നല്ല അനുഭവമല്ല നൽകുന്നത്. അത് ഈ കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലല്ലേ എനിക്ക് പ്രശ്നമുള്ളൂ. എസ് കുമാർ അദ്ദേഹത്തിന്റെ പേരിലൊരു അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനൊരു സംഗതിയൊക്കെ ഇപ്പൊ ഈ ഒരു ഫാൻ ഫൈറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ആലോചിക്കുന്നത് ഈ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അടിയാണല്ലോ, മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞുള്ള അടിയാണ്. എനിക്ക് തോന്നുന്നു ബേസിക്കലി ഇങ്ങേർക്കും ഇതാണ് ആവശ്യം തോന്നുന്നത്, അതിനു വേണ്ടി ഇട്ട് കൊടുക്കുന്നതാവുന്നുണ്ട് അങ്ങേര്. ഇനി അടുത്തത് മമ്മൂട്ടീൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ, മമ്മൂട്ടിയോട് സംസാരിക്കുമ്പോഴോ മമ്മൂട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കഥ പറയുമ്പോഴത്തെ സമയത്ത് ഭയങ്കര ഏറ്റുമുട്ടിയതാ. ഞാനും മുകേഷും കൂടി പ്രൊഡ്യൂസ് ചെയ്ത പാടാ. ഞങ്ങൾ കഥ നേരത്തെ മമ്മൂട്ടിയോട് പറഞ്ഞതാണ്. അങ്ങനെ മമ്മൂട്ടിക്ക് അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി ഞാനും മുകേഷും കൂടി അവിടെ പോയി. ഗാന്ധിനഗറിലെ പുള്ളിയുടെ വീട്ടിലന്ന് പുള്ളിയെ കാണാൻ പോയി അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളെടുത്ത് ഞാൻ അറ്റൻഡൻസ് വാങ്ങാൻ, അത് വേണ്ട, ആ പരിപാടി ഇവിടെ വേണ്ട, അത് നിങ്ങൾ പലർക്കും കൊടുത്തേക്ക്, എൻ്റെ അടുത്ത് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ വാങ്ങിയിട്ടേ അഭിനയിക്കാറ്, അപ്പോൾ പൈസ വേണ്ടേ, അത് അധികം വാങ്ങേണ്ടവരടുത്ത് വാങ്ങിച്ചോളാം. ഷൂട്ടിങ് തുടങ്ങിപ്പോയി. പുള്ളിയുടെ 7 ദിവസം വേണം, അതൊക്കെ ഒന്ന് പറഞ്ഞതാ. ഞാൻ മുകേഷിനെ വിളിച്ചു. മുകേഷ് അപ്പോൾ മമ്മൂട്ടി രാംദൂത് എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ചെന്നൈയില എറണാകുളത്തുണ്ട്. ഞാൻ മുകേഷിനോട് പറഞ്ഞു, പുള്ളി അന്ന് നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയുന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണല്ലോ, ഒന്ന് പോയി ചോദിക്കും, നേരിട്ട് പോയിട്ട് എന്താ വിഷയം എന്നുള്ളത് ചോദിക്കുന്നു. മുകേഷ് പോയി ചോദിച്ച പുള്ളി പറഞ്ഞു, നിങ്ങളൊന്ന് എന്നോട് പറഞ്ഞ് 7 ദിവസം നല്ലല്ലോ, 3 ദിവസം എന്നാണ്. കളവ് പറയാം. ഷൂട്ടിങ് നടക്കുന്ന ഹോട്ടലിൽ ഇന്നസെൻ്റ് താമസിക്കുന്നുണ്ട്. ഞാൻ ഇന്നസെൻ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നത്. അപ്പം ഇന്നസെൻ്റ് പറഞ്ഞ് അവനോട് പോകാൻ പറ്റില്ല, മോഹൻലാലിനെ വിളിക്കുന്നത്. അയാൾ ആ റോള് ചെയ്താലേ ആളുകൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അയാൾ സത്യമാണ് പറയുന്നത് ആളുകൾക്ക് തോന്നണമെങ്കിൽ ജാടയും ഒക്കെ വേണം. ഓക്കെ, കഥ പറയുമ്പോഴെന്ന് പറഞ്ഞ മൂവി അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തപ്പോൾ മേടിച്ചില്ല, പിന്നെ ഡേറ്റ് 7 ദിവസം ചോദിച്ചു, പിന്നെ അത് 3 അല്ലേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് ശ്രീനിവാസൻ ഇതിൽ പറഞ്ഞു വെക്കുന്നത്. എന്നാലും ലാസ്റ്റ് പറയുന്നുണ്ട് അഹങ്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു റൂഡായിട്ടുള്ള ഒരാളുടെ സെൻറ്റിമെൻറ്റ്സ്, അതായത് ആ റോള് മമ്മൂട്ടി തന്നെ ചെയ്യണം, മോഹൻലാലിനെ വിളിച്ചിട്ട് കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മമ്മൂട്ടീനെ കാസ്റ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ബേസിക്കലി ഇവരുടെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നിന്നുള്ള, ഇപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് മുകേഷൊക്കെ വന്നിരുന്നിട്ട് യൂട്യൂബ് ചാനലിൽ പഴയ കഥകളൊക്കെ പറയുന്നത്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു മുകേഷ് സംസാരിക്കുമ്പോഴൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ശ്രീനിവാസൻ അങ്ങനെയല്ല, കുറേ കാര്യങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, കുറേ അധികം കാര്യങ്ങൾ. അങ്ങനെയാണ് പ്രേം നസീർ മോഹൻലാൽ ആ ഒരു സംഗതി വന്നത്. എന്താണെങ്കിലും ഇങ്ങേര് ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനെയൊക്കെ സീനാണ്. കാരണം ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലിൻ്റെയും മമ്മൂട്ടീൻ്റെയും ഒക്കെ ആ കാലഘട്ടം മുതൽ, ആ കാലം മുതലുള്ള അവരുടെ ഒരുപാട് കാര്യങ്ങളും അവരുടെ സ്വഭാവവും അല്ലെങ്കിൽ അവരുടെ റിയാക്ഷനും അവരുടെ പെരുമാറ്റങ്ങളും ഒക്കെ അറിയുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ കറക്റ്റ്
കറക്റ്റ് കാര്യങ്ങൾ ശ്രീനിവാസൻ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ തന്നെ അത് പറയണം. ഒന്നിന് മോഹൻലാലോ മമ്മൂട്ടി അല്ലെങ്കിൽ ശ്രീനിവാസൻ തന്നെ ഇനിയും പറയണം. ശ്രീനിവാസൻ പറയുന്നതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ലാസ്റ്റ് നടന്ന മോഹൻലാൽ നമ്മുടെ പ്രേം നസീർ സംഗതിയിൽ ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം പ്രേം നസീർ സാറിനോട് അങ്ങനെ മോശമായ രീതിയിൽ പെരുമാറിയ വ്യക്തി ഏതാ, ഒരു മെഗാ സ്റ്റാറാണെന്ന് പറഞ്ഞുള്ളൂ, അല്ല പേരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത് ശ്രീനിവാസൻ മോഹൻലാലാക്കി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇത് ഭയങ്കര ഡിസ്കഷൻ ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരു ചാൻസ് കിട്ടി, മോഹൻലാൽ ഫാൻസ് എന്ത് ചെയ്തു? ഇപ്പം നിങ്ങൾ ഇത്രയും വിശ്വസിക്കുന്ന, അന്ന് മോഹൻലാലിനെ പറഞ്ഞപ്പോൾ മോഹൻലാലിനെ ട്രോളിയ ശ്രീനിവാസന് വിശ്വാസമാണെന്ന് പറഞ്ഞ മമ്മൂക്ക ഫാൻസ് എവിടെ? നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഈ അസുഖവും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ടീക്കാണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇപ്പം മലയാളത്തിലുള്ള പലരും ഇങ്ങനെ സിനിമ എടുത്ത് തന്നെ വലിച്ച് പറിച്ച് കീറിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇൻ്റർവ്യൂവിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ ഇപ്പോൾ ഈ ഡോക്ടർ സരോജ് കുമാറൊന്നുമല്ല, അതൊക്കെ മേലെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ് എന്നില്ല, പൃഥ്വിരാജൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും വലിച്ചു കയറിയിട്ടുണ്ടാവും. അതിൽ ഇങ്ങനെ അഭിനയിച്ചാലും ഇങ്ങനെ ധ്യാനം എന്തായാലും പിടിച്ച് അഭിനയിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ചിട്ട് ധ്യാനത് പറ്റും ചെയ്യും. ഇതാണെങ്കിലും കൊള്ളാം. ഒരു ഫാൻ ഫൈറ്റിനുള്ള വക ഉണ്ട്. സോഷ്യൽ മീഡിയ നിന്ന് അടിച്ചോളൂ ഇനി.